എന്തുകൊണ്ട് നമ്മൾ തോറ്റു? കൂലങ്കുഷമായിട്ട് പാർട്ടി ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങുകയാണ്. പല ഉത്തരങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPIMൻ്റെ KK രാഗേഷ് ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിന്. അദ്ദേഹം പറഞ്ഞത്, തിരഞ്ഞെടുപ്പിൽ വർഗീയത തിമിർത്താടി, കഴിഞ്ഞു പോയത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തിരഞ്ഞെടുപ്പാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞു. മതവും പള്ളിയും നോക്കിയേ വോട്ട് ചെയ്യാവൂ എന്ന് പ്രചരിപ്പിച്ചു. വിവിധ ഇടങ്ങളിൽ സ്ട്രാറ്റജിക് വോട്ടിംഗ് നടന്നു എന്നാണ്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു അവകാശവാദം ഇത് ആദ്യം പറഞ്ഞത് ഞാനാണ്. ഇത് രാകേഷ് പിന്നീടാണ് പറയുന്നത്. കൂടാതെ ഇപ്പൊ ഇന്ന് എൻ്റെ ഒരു പോഡ്കാസ്റ്റ് കൂടി ഉണ്ട് 1.5 മണിക്കൂർ. അപ്പൊ അതിൽ ഞാൻ വിശദമായി പിണറായി വിജയൻ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരു കാരണമാണ്. ഇത് മാത്രമല്ല കാരണം. ഇത് കൂടാതെ മൊത്തത്തിലുള്ള പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ പാർട്ടി സഖാക്കൾക്ക് പോലും പിണറായി വിജയൻ മാറേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന വലിയ പ്രചരണം നടന്നു എന്നുള്ളത് കൂടി ഇതിനൊപ്പം രാകേഷ് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ KK രാഗേഷ് എന്ന് പറയുന്നത് CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി മാത്രമായിട്ട് ഗൗതമോ പ്രേക്ഷകരോ കാണരുത്. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നിരവധി കൊല്ലങ്ങളിൽ. അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മുടെ ശബരിനാഥിന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളത്. അതായത് IAS ദിവ്യ സയ്യർ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ആർക്കും തോന്നും ഈ പറയുന്ന പോലെ കവർണന്റെ കവചകുണ്ടലങ്ങൾ പോലെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചാണ്. അപ്പൊ ആ പോസ്റ്ററാണ് പിന്നീട് മറ്റു പലരും ദിനേശൻ പുത്തലത്തും പിന്നെ P ശശിയും ഒക്കെ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളൊക്കെ ശരിയാണ്. ഇപ്പൊ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഇതിൽ തന്നെ എന്നെ ചമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തൃക്കരിപ്പൂരിൽ ഇപ്പോ VPP മുസ്തഫയെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ജയിച്ചു. അപ്പൊ ഈ സന്ദീപ് വാര്യർ ജയിച്ചത് എത്രമാത്രം മതനിരപേക്ഷതയാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇത് ലേറ്റസ്റ്റ് എന്ന് പറയുന്ന അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ലോക്കലായിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. ഗൗതം വേണമെങ്കിൽ ഒരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ ഒരു 5 ലോക്കലായ ഇതുപോലെ ഇറങ്ങുന്ന ന്യൂസ് പേപ്പറുകളും അവിടെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി ഒന്ന് വർക്ക് ചെയ്ത് നോക്കും. ഈ വാർത്തയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ വാർത്തയിൽ പറയുന്നത് എന്താ വെച്ചാൽ, മുസ്തഫയെ തോൽപ്പിച്ചത് മാപ്പിള പ്രചരണം, ഹിന്ദു വോട്ടുകൾ സന്ദീപ് വാര്യർക്ക് വീണു, മുസ്തഫയെ കാഫിറാക്കി വനിതാ ലീഗ് വീടുകൾ കയറി ഇറങ്ങിയെന്നാണ്. എന്ന് പറഞ്ഞാൽ VPP മുസ്തഫക്കെതിരെ 2 പ്രചരണങ്ങൾ അവർ കൊടുത്തുള്ളൂ. മുസ്തഫ ഒരു വിശ്വാസിയല്ല എന്ന് പറയുന്ന പ്രചരണമാണോ ഒന്നാമത്, അതാണ് കാഫിർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, മുസ്തഫ അദ്ദേഹത്തിന്റെ ഫാദറോ മദറോ എന്ന് എനിക്ക് ഉറപ്പില്ല, മരിച്ചപ്പോൾ പോലും ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നും വിചാരിക്കരുത്, അദ്ദേഹത്തിന്റെ ഫാദർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മരിച്ചപ്പോൾ അത് എത്താൻ പോലും അദ്ദേഹം ഈ മയ്യത്ത് നമസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ അദ്ദേഹം വന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹം വരാതിരുന്നത് അദ്ദേഹത്തിന്റെ BP ലോയാകുകയും അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ചെയ്തുകൊണ്ടാണ് വരാതിരുന്നത്. പക്ഷെ അതുപോലും വലിയ തോതിലുള്ള വർഗീയ പ്രചരണത്തിന് ഉപയോഗിച്ചു. പിന്നെ ഇതൊക്കെ നമുക്ക് ഇപ്പൊ തൃക്കരിപ്പൂരിലെ കാര്യം മാത്രമാണ് എന്നുള്ളത് തോന്നാം. അല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിക്കോളൂ. ഇപ്പൊ കഴിഞ്ഞ 38 വോട്ടിന് ജയിച്ചിട്ടുള്ള നജീബ് കാന്തപുരം ജയിച്ചേക്കുന്നത് 32,000 വോട്ടിനാണ്. അപ്പൊ ഇത് ഇത്തവണ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് ചെയ്യിക്കാം എന്നുള്ളത് വളരെ വിദഗ്ധമായി UDFന്റെ ഒരു തന്ത്രത്തിൽ UDF കണ്ടെത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ SDPയുടെ ഒക്കെ പിന്തുണ പാലക്കാട് ഇലക്ഷനിൽ മേടിക്കുന്നത്. അത് കഴിഞ്ഞ് നിലമ്പൂർ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും തെളിവിന് വേറെ എവിടെ പോകണ്ട. മീഡിയ വണ്ണിന്റെ പ്രചരണം എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവരുടെ പ്രചരണം യഥാർത്ഥത്തിൽ UDFനെ അധികാരത്തിൽ എത്തിക്കണം എന്ന് പോലും ആയിരുന്നില്ല. അതാണ് അടുത്ത ഡേഞ്ചർ എന്ന് പറയുന്നത്. VD സതീശനെ അധികാരത്തിൽ എത്തിക്കണം എന്നാണ്. അതിനുവേണ്ടി അവർ KC വേണുഗോപാലിനെ പോലും തെറി പറയാൻ തയ്യാറായി. KC വേണുഗോപാൽ ഒരു മുസ്ലിം വിരുദ്ധനാണെന്നുള്ളതിന് തയ്യാറായി. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു നിലപാടുണ്ടായതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്രയേറെ വാശി പിടിച്ചത്. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? ഏതെങ്കിലും ഒരു വികസനം ചർച്ച ചെയ്തു? ഒന്നും ചർച്ച ചെയ്തില്ല. വിഷൻ ഈ പറയുന്ന 2031 കേരളത്തെ കുറിച്ചുള്ള വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്തു? ഒന്നും ചർച്ച ചെയ്തില്ല. ചർച്ചയാക്കിയത് എന്താണ്? CPM BJP ഡീലാണ്. ആ CPM BJP ഡീലിലേക്ക് നേരത്തെ PV Anwar അടക്കം വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഹിന്ദുവിലൊരു ഇന്റർവ്യൂ വരുന്നു. ആ ഇന്റർവ്യൂ ഹിന്ദു തന്നെ പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത് ഒന്നും കേൾക്കാതെ നമ്മളെ മാധ്യമങ്ങൾ അത് തന്നെ എടുത്ത് വീണ്ടും കൊടുത്തുകൊണ്ട് മുസ്ലിം വിരുദ്ധനാക്കിയിട്ട് പിണറായി വിജയനെ ചിത്രീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കരുതൽ മുഖ്യൻ എന്ന് പറയുന്ന ഇമേജ് മുതൽ ഇങ്ങോട്ട് ഇടിച്ചെടുത്തുന്നു. ഇത് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. വെള്ളാപ്പള്ളി ചെയ്യുന്നത് പലതും വൃത്തികേടാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ വെള്ളാപ്പള്ളിയെ എതിർക്കുന്നവരിൽ കൂടുതലും ആരാ? വെള്ളാപ്പള്ളിയെ എതിർത്തത് ആരാണ് ഒന്ന് പറഞ്ഞേ? വെള്ളാപ്പള്ളിയെ എതിർത്ത ആരാണ്?
വെള്ളാപ്പള്ളി എതിർത്തുകൊണ്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പ്രസ്താവന വി.ഡി. സതീശൻ നടത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കൂടാതെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ അടക്കം നിരവധി പരിപാടികളിൽ രമേശ് ചെന്നിത്തലയും ബാക്കിയുള്ള ആളുകളൊക്കെ പങ്കെടുത്തു. ഇത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ വലിയ വിജയം UDF ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതിന്റെ വഴി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകണം, അതിൽ തന്നെ മുസ്ലിങ്ങളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാകണമെന്ന് പഠിച്ചു. ഇപ്പം വി.ഡി. സതീശനെ കുറിച്ച് നമുക്ക് വലിയ ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് വെള്ളാപ്പള്ളി പറയുന്നത് തന്നെയാണ് ഏതാണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. ഗൗതം, ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ആദർശത്തിന്റെ നിലപാടുകളൊന്നും ആർക്കും അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതിപ്പോ ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, മറ്റേ ഈ സമുദായ സംഘടനകളിൽ തിന്നിറങ്ങാൻ പോകില്ലെന്ന്. പെട്ടെന്ന് തന്നെ ഗൗതം അടക്കം അത് മാറ്റി. സമുദായ സംഘടനകൾ എന്ന് പറഞ്ഞാൽ NSS SNDP മാത്രമാണ്, ബാക്കിയുള്ളവരൊക്കെ തിന്നിറങ്ങാൻ പോകാന്നാണ്. അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. ഇപ്പൊ സന്ദീപ് പോലും അങ്ങനെ ഗൗരവത്തിൽ ഞാനത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടില് സമുദായ സംഘടനകൾക്കെതിരെ ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവെ NSSനെയും SNDPക്കും എതിരെയാണ് ആഞ്ഞടിക്കേണ്ടത്. മറ്റ് സമുദായങ്ങൾക്കെതിരെ ഒന്നും ആഞ്ഞടിക്കുന്നത് എന്തോ വലിയ മോശക്കാരിയാണ്, അല്ലെങ്കിൽ അതിന് അംഗീകാരം കിട്ടില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സമുദായ സംഘടനകൾക്കെതിരെ ആഞ്ഞടിക്കുക എന്ന് പറയുന്നത് കൃത്യമായി കേരളത്തിൽ ചെയ്ത ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, അത് പിണറായി വിജയനും VS അച്യുതാനന്ദനുമാണ്. അവർ രണ്ടുപേരും സമുദായ സംഘടനകൾക്കെതിരെയും മത മേലധ്യക്ഷന്മാർക്കെതിരെയും ഒക്കെ പോലും വളരെ കൃത്യമായി ആഞ്ഞടിച്ചിരുന്നു. CPM-നടക്കം പറ്റിയ എന്താണ്, ഈ പറയുന്ന മുസ്ലിം വിരുദ്ധരാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു നരേറ്റീവ് കൃത്യമായി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും ഒടുവിലെത്തിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ അവരെന്ത് ചെയ്തില്ല, തുറന്നു നിർത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരം പ്രസ്താവനകളെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന പോലെ പത്രക്കുറിപ്പ് ഇറക്കുകയും അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ മുഴുവൻ പ്രചരിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനൊപ്പം നിൽക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എല്ലാ കാര്യത്തോടും കൃത്യമായിട്ടൊരു കാര്യവും എന്ത് ചെയ്യില്ല, പറഞ്ഞില്ല, അതിനെ അനുകൂലിച്ച് CPM പറഞ്ഞില്ല, ഒന്ന്. പക്ഷെ രണ്ടാമത് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും AK ബാലിനെ പോലെയുള്ള ആളുകൾ വന്ന് എതിർക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള എല്ലാ ആയുധങ്ങളും ഇവിടത്തെയുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇത് സമുദായത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു. ആ കാര്യമാണെന്ന് KK രാഗേഷ് പറഞ്ഞേക്കുന്നത് അത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ ഇത് പറയുന്ന ഇനിയുള്ള അപകടം എന്താണെന്നറിയാമോ, ഇത് പറയുമ്പോഴുള്ള അപകടം ഒന്നും കൂടി അവരായിട്ടൊരു അകലം കൂടുകയാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്താ, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് താങ്കൾ അറിയേണ്ടത്, ഇപ്പൊ VD സതീശൻ അടക്കമുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, 46% യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു 30% വരുന്ന 27% എന്നാണ്, പക്ഷെ 30% വരുന്ന മുസ്ലിം സമുദായ അംഗങ്ങളുണ്ട്. ഒരു 17% 18% ഉണ്ട് ക്രിസ്ത്യൻസ്, അത് 2% 1.5% കുറഞ്ഞിട്ടുണ്ട്. അതിലൊരു 16% ക്രിസ്ത്യൻസ് ഉണ്ട്. ഈ 46%-ൽ ഒരു 80% കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടാൽ തന്നെ കേരളത്തിൽ 100 സീറ്റുകൾക്ക് അധികം അടുത്തേക്ക് വരുമെന്നുള്ളത് ആർക്കും അറിയാം. ഇപ്പൊ എന്റെ റിസൾട്ട് തെറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗോത്തോട് പേഴ്സണലി പറഞ്ഞാണ്, ഈ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ ഈ പറയുന്ന പോലെ നമ്പർ ഒന്നും നിൽക്കില്ല, കാരണം ഭയങ്കരമായിട്ട് നമ്പർ കൂടും. ആ കൺസോൾട്ടേഷൻ ആണ് ഉണ്ടായിട്ടുള്ളതെന്നും ആളുകൾ ഈ പറയുന്ന പോലെ മതവും ജാതിയും നോക്കി തന്നെയാണ് വോട്ട് ചെയ്തതെന്നൊക്കെ, വർഗീയതയായിരുന്നു നിറഞ്ഞാടിയ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വർഗീയത മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന, വർഗീയമായ ആളുകളെ വിഭജിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതിൽ ഒരു ഭാഗത്തിന്റെ വിഭജനം ഉണ്ടായി, ഒരു ഭാഗത്തിന്റെ കൺസോൾട്ടേഷൻ ഗൗതം എടുത്തു നോക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ ഇത് ആർക്ക് ഗുണകരമാകുമെന്ന് ചോദിച്ചാൽ, ഗൗതം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചു. ആ ജയിച്ച മണ്ഡലങ്ങളിൽ എന്താണ് ഒരു കോൺഗ്രസ് അനുകൂല UDF അനുകൂല തരംഗം ഉണ്ടാകാതെ പോയത്? ശ്രദ്ധിച്ചു നോക്കിയിട്ടോ, അവിടെ പലതിൽ, അതായത് ഇപ്പൊ ഓക്കെ നേമത്ത് വോട്ട് കൂടി എന്ന് വേണമെങ്കിൽ പറയാം, നേമത്തടക്കം 2 സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞു എന്ന് നമുക്ക് പറയാം, ബാക്കി 1 സ്ഥലത്ത് വോട്ട് കൂടി എന്ന് പറയാം. പക്ഷെ 2 സ്ഥലത്ത് വോട്ട് കുറഞ്ഞു, അവിടെ മാത്രം എന്തുകൊണ്ട് UDF തരംഗമില്ലാതെ പോയി? തരംഗമില്ലാതെ പോയതിന് ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ കൃത്യമായി ഉപയോഗിച്ചു. ആ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ കൃത്യമായിട്ട് ഒരു പിണറായി വിരുദ്ധ തരംഗമോ അല്ലെങ്കിൽ അതോ അനുകൂലമാക്കാൻ കഴിഞ്ഞാൽ BJPക്കാണ്. ആ BJP ഇപ്പൊ ഗോപകുമാർ ചാത്തന്നൂരിൽ നിന്ന് ജയിച്ചു, ഈ പറയുന്ന പോലെ നേമത്ത് നിന്ന് എന്ത് ചെയ്തു, രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു, അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് നിന്ന് എന്ത് ചെയ്തു, V മുരളീധരൻ ജയിച്ചു. ഇവിടെ ഒന്നും എന്താ BJPയുടെ തരംഗമില്ല അല്ലെങ്കിൽ UDF അനുകൂല തരംഗമില്ലാതെ പോയത്? അപ്പൊ ഒരു കാര്യമുണ്ട്, ഇവിടെ നടന്നേക്കണത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് വോട്ടിംഗ് അല്ല, പകരം തീർച്ചയായിട്ടും നടന്നേക്കുന്ന ഒരു നെഗറ്റീവ് വോട്ടിംഗ് ആണ്. അത് ഈ പറയുന്ന പോലെ മത മൗലികവാദികളിലേക്ക് പിന്തുണ കൃത്യമായി മേടിച്ചുകൊണ്ടാണ്. ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാം, RSS അടക്കം സംഘപരിവാർ അടക്കം ഇത്തവണ നടത്തിയേക്കുന്ന ഒരു സ്ട്രാറ്റജിക് വോട്ടിംഗ് ആണ്.
ഞാൻ ഇപ്പോൾ TP രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം പേരാമ്പ്രയിൽ ഇപ്പം ഫാത്തിമ തഹലിയായിരുന്നു ഒരു പ്രചരണം CPM നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൗങ്ങിലെ കുട്ടിയുടെ കൂട്ട് നമുക്ക് തന്നെ വരിക എന്നുള്ള രീതിയിൽ CPM നടത്തിയൊരു പ്രചരണം എന്ന് പറയുന്നത് മതത്തിന് അതീതമായിട്ട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ അന്നും അതിനനുകൂലമായിട്ട് നിന്ന ഒരാളാണ്, ഇന്നും അതിനനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ മതം നോക്കി ആരെങ്കിലും വോട്ട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനപ്പുറത്തുള്ള മതേതരമായിട്ടുള്ള മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയേണ്ടത്. അതിന് CPM ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഗൗതം ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട് ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ കൗല കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് തേടി എന്ന് പറയുന്ന ഒരു പ്രചരണം അവിടെ CPM നടത്തുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അതുപോലും തിരിച്ചടിയായി CPM മാറി എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അത് വർഗീയതയാക്കി. അതെങ്ങനെയാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. ഇനി ഒരു കാര്യം പറയാം. ഇപ്പൊ APP മുസ്തഫയെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിച്ചു തന്നത്. ഈ കാര്യത്തിൽ ഇതുപോലെയുള്ള 3-4 നമ്മൾ ലേഖനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്, വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? പറഞ്ഞാൽ അപ്പോഴും ഇവിടെയുള്ള മാധ്യമങ്ങളടക്കം പറയാൻ പോകുന്ന ഒരു കാര്യം CPM വർഗീയത പറയുന്നു എന്നാണ്. അതായത് VPP മുസ്തഫ അടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗം വീടുകൾ കോറും കയറി ഇറങ്ങി പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു സമൂഹവും ഒരു മാധ്യമങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി താങ്കളോട് പറയാം. ഇതൊക്കെ പോട്ടെ, നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി 2025 നടന്നല്ലോ. ഈ 2025 ലോക്കൽ ബോഡി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഗൗതം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡും ഇതുപോലെ തന്നെ മലപ്പുറത്തും ഒക്കെ ചില ആളുകൾ പ്രസംഗിച്ചതിന്റെ വീഡിയോ കയ്യിലുണ്ട്. ആ വീഡിയോയിൽ എന്താ പറയുന്നത് എന്നറിയാമോ? ഈ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം. എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നാണ്? എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നാണ്? 5 നേരം നിസ്കരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നാണ്. പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇനി ഇതിനേക്കാൾ ഒരു കാര്യം കൂടി തെളിച്ചു പറയാം. 5 നേരം അമ്പലത്തിൽ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം അതല്ലല്ലോ അത് പ്രശ്നമില്ല. അല്ല, ഞാൻ പറയുന്നത് അതല്ല അതിന്റെ പരിഹാരം. യഥാർത്ഥത്തിൽ ഒരു വോട്ട് ചോദിക്കുമ്പോൾ മതപരമായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് തെറ്റാണെന്ന് ഭരണഘടനയിലേക്ക് എഴുതി വെക്കുകയും ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതെല്ലാം പോട്ടെ, മുസ്ലിം ലീഗിലേക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മരണശേഷമുള്ള ജീവിതത്തിലെ സ്വർഗ കവാടം തുറന്നു കിട്ടുന്നതിന് സഹായിക്കുമെന്ന് പറയുന്ന പ്രചരണം പോലും കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കേരളം മുഴുവൻ നടത്തുന്നു. ഇതിൽ CPM അടക്കം പറ്റിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ CPM ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവരെ എന്ത് പറഞ്ഞാലും അതിനെതിരെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നിൽക്കുന്നത്. മീഡിയ വൺ നിൽക്കുന്നത് CPM ഏഷ്യാനെറ്റ് നിൽക്കുന്നത് CPM ബാക്കിയുള്ള ആകെ റിപ്പോർട്ടർ ചാനലും മാതൃഭൂമി ഒഴിച്ച് ബാക്കിയുള്ള മനോരമ അടക്കം എല്ലാ ചാനലുകളും എതിരാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു വാർത്തകളും വന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, VD സതീശന്റെയും അതുപോലെ UDFന്റെയും വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്, ഞാൻ മറ്റൊരു ചാനലിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പിറ്റേ ദിവസം തന്നെ സന്തോഷിക്കേണ്ടത് 2 പാർട്ടികളാണ്. അത് സംഘപരിവാറും ജമാഅത്തും ഒക്കെയാണ്. കാരണം അവരിവിടെ വളരാൻ പോവുകയാണ്. ആ വളരാൻ പോകുന്ന വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്നു. അല്ലാതെ കേരളത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും ഈ പറയുന്ന അജണ്ടയും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ പേരാമ്പ്രയിൽ ഞാൻ അതിലേക്ക് വരികയാണ്. TP രാമകൃഷ്ണൻ എത്രയോ കാലങ്ങളായിട്ട് അവിടുന്ന് ജയിക്കുന്ന ഒരാളാണ്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, നല്ലൊരു മനുഷ്യനാണ്, ഒക്കെയാണ്. അവര് നടത്തിയ ഒരു പ്രചരണം എന്താ? നിങ്ങൾ മതം നോക്കി വോട്ട് ചെയ്യരുത്, മതത്തിന് അതീതമായിട്ടുള്ള മനുഷ്യത്വത്തിനുള്ള വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് ആ പ്രചരണം ഉണ്ടായത്. അതെങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുന്നത്, ഇസ്ലാം വിരുദ്ധമാകുന്നത്? അതെങ്ങനെയാണ് വർഗീയതയാവുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അതെങ്ങനെയാണ് വർഗീയതയാവുന്നത്? മതം നോക്കി വോട്ട് ചെയ്യരുത്, അതിന് അതീതമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയാവുന്നത്? നമ്മുടെ നാട്ടില് അങ്ങനെ പല വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, CPMനകത്തൊരു വിഭാഗീയത ഉണ്ടായപ്പോൾ ഉള്ളൊരു തമാശ പറയാം. അതായത് NN കൃഷ്ണദാസും AK ബാലനും ഒക്കെ 2 ചേരികളിൽ നിന്നുകൊണ്ട് പാലക്കാട് വലിയ വിഭാഗീയത ഉണ്ടായപ്പോൾ ഒരാള് നിരന്തരമായി ഒരു ഫോൺ ബൂത്തിൽ നിന്ന് മറ്റേ ആളുകൾക്ക് ഫോൺ ചെയ്യുകയും ആ ഫോൺ ചെയ്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു എന്നാണ് ആരോപണം. ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ തെളിവുണ്ടാന്ന് വെച്ചാൽ തെളിവ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ തെളിവുണ്ടാക്കാൻ വേണ്ടി ആളെന്ത് ചെയ്യുന്നത്, ആ ഫോൺ റെക്കോർഡ് ചെയ്യുകയും തെളിവായി ഹാജരാക്കുകയും ചെയ്തു. പാർട്ടി ആർക്കെതിരെ ആദ്യം നടപടി എടുക്കുന്നത് ടെലഫോൺ ചോർത്തുന്നത് വൃത്തികേടാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, നടപടി എടുത്തു. അപ്പൊ ഇതേപോലെ നമുക്ക് തരാതരം മാറ്റാം. ഈ ഫാത്തിമ തെഹലിയ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കാലിക്കറ്റ് കോർപ്പറേഷനിൽ മത്സരിച്ച് കൗൺസിലറായി ജയിച്ചിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ആ കാൻഡിഡേറ്റ് അവിടെ വരുമ്പോൾ തന്നെ മറ്റു പല വിധത്തിലുള്ള പ്രചരണങ്ങളും അല്ലെങ്കിൽ മറ്റു പല വിധത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ അവിടെ വരുന്നതാണ്.
ഇതിനുശേഷം അവര് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഗൗതത്തിനൊന്നും ഓർമ്മയുണ്ടാവില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, INL ഉയർത്തിയ ഒരു ആരോപണമുണ്ട്. എന്താണ് ആരോപണം എന്നറിയോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ് ആണെന്നാണ്, ഇത് വെൽഫെയർ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണെന്നാണ്. അപ്പൊ ആ ആരോപണങ്ങളൊക്കെ തന്നെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാതിരിക്കുകയും യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ എന്താ, ഇത് ഒരു കൗമുല കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീടുകൾ തോറും കയറി പ്രചരണം നടത്തുന്നുണ്ടെന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയത് കൊണ്ട് അങ്ങനെ ഞങ്ങളൊരു പ്രചരണവും നടത്തില്ല. കാരണം ആ പ്രചരണം നടത്തുന്നതിന് തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. പകരം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതിന് തെളിവുണ്ട്. അതായത് നിങ്ങൾ വർഗീയമായിട്ടുള്ള ചേരിതിരിവിന് CPM ആണ് ശ്രമിക്കുന്നതെന്ന് ആരോപണം ഉന്നയിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങനെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയയോടെ പരാജയപ്പെടുമായിരുന്നു. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി മുസ്ലിം ലീഗ് അകത്തും ഈ ഫാത്തിമ തഹ്ലിയക്ക് സീറ്റ് കൊടുത്തതിൽ വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ കഴിഞ്ഞ തവണ നൂർമിന റഷീദ് രാജിവെക്കുകയും അവര് യഥാർത്ഥത്തിൽ ഈ സീറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏകബാലം എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി വിമർശനമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് സമുദായത്തിനെതിരെയുള്ള വിമർശനമാക്കി ചിത്രീകരിക്കുന്നതിൽ അവർ വളരെ വലിയ തോതിൽ വിജയിച്ചു. അതിനുള്ള ഒരു പരിസരം നേരത്തെ ഒരുക്കിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സത്യമൊക്കെ ആരും പറയൂല, പക്ഷെ ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, ഗൗതത്തിനോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റിന് വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്ന പലരും എന്നെ വിളിച്ച് ഇന്ന മണ്ഡലത്തിൽ എന്ത് സാധ്യതയാണുള്ളത്, എങ്ങനെയാണുള്ളത്, നിരവധി സർവേകളിൽ വന്നിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയില്ല. അത്തരത്തിലുള്ള ആളുകളോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മലബാറിൽ നിങ്ങൾ ഏത് സീറ്റ് കിട്ടിയാലും ഇത്തവണ എന്ത് ചെയ്യണം, ഇത്തവണ എടുക്കണം. കാരണം ഇത്തവണ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തവണ മലബാറിൽ ഏത് സീറ്റ് കിട്ടിയാലും നിങ്ങൾ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. തുറന്നു തന്നെ പറഞ്ഞാൽ എലത്തൂരടക്കം ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ആളുകളോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം UDFന്റെ സീറ്റിൽ സാധാരണ ഇപ്പൊ എലത്തൂരൊക്കെ കിട്ടുമ്പോൾ വിദ്യാ ബാലകൃഷ്ണൻ സീറ്റ് കൊടുക്കുന്നതിന് ജയിക്കൂലെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഏത് സീറ്റ് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം. കാരണം അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ജയിക്കാനുള്ള സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഒരു ആന്റി ഇൻകുംബൻസി അല്ല, ഒന്ന് പൊതുവായിട്ടുള്ള ഒരു ആന്റി ഇൻകുംബൻസി ക്രിയേറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചു. അതായത് സഖാക്കൾ അടക്കമുള്ള ആളുകൾക്ക് പോലും ഇത്തവണ കൂടി ജയിച്ചിട്ടുണ്ടെങ്കിൽ CPM വലിയ അപകടത്തിലേക്കാവുന്ന ചിന്ത ചെയ്യിപ്പിക്കുന്നത് കൂടാതെ ഇതൊരു വലിയ തരത്തിൽ സ്വാധീനിച്ചു എന്നുള്ളത് കാര്യമാണ്. RSS അടക്കമുള്ള ആളുകൾ വലിയ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തി. ആ വോട്ടിംഗ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 141 മണ്ഡലങ്ങളിൽ BDJS-നും അതുപോലെ തന്നെ 2020-ക്കും സീറ്റ് കൊടുത്തത് എന്നുള്ള യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കണം. ഇനി ഇതിന്റെ ആരോപണവും ആരുടെ പെടലേക്ക് വന്നു എന്നറിയോ? CPM-ന്റെ പെടലേക്ക് വന്നു. ഇന്നിപ്പോ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞൊരു കള്ളം എന്താണ്, CPM BJP ഡീലുണ്ട്, ആ ഡീലിൽ ജയിപ്പിക്കാൻ വേണ്ടിയാണ് തൃപ്പൂണിത്തുറയിലും തൃക്കാക്കരയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്. BJPയുടെ ഇപ്പൊ വലിയ തോതിൽ BJPക്ക് വോട്ട് ബേസ് ഉള്ള സംസ്ഥാന സ്ഥലങ്ങളിൽ പോലും ഈ പറയുന്ന സിനിമാ താരങ്ങൾക്കും അതുപോലെ 2020-ക്ക് സീറ്റ് കൊടുത്തതാണ്. ഞാനൊന്ന് ചലഞ്ച് ചെയ്യുന്നു, നിങ്ങളിപ്പോ തർക്കിക്കാരണ്ട, പഠിക്കാരണ്ട. ഏറ്റുമാനൂർ ആര് ജയിച്ചു? നാട്ടകം സുരേഷ് ജയിച്ചു. ഈ തൃപ്പൂണിത്തുറയിൽ ആര് ജയിച്ചു? ഈ പറയുന്ന BJPക്കാരൻ ജയിച്ചു. ഇവിടെ ആര് ജയിച്ചു? ഈ പറയുന്ന തൃക്കാക്കരയിൽ ആര് ജയിച്ചു? കഴിഞ്ഞ തവണ പിടിച്ചതിന് വോട്ട് 28,000 വോട്ട് പോലും പിടിക്കാൻ അഖിൽമാരാർക്ക് പറ്റിയില്ല. താങ്കളൊക്കെ പറയണ സോഷ്യൽ മീഡിയയിലെ താരമാണ്, ഒരു തേങ്ങയും പിടിച്ചില്ല. അപ്പൊ ഇതുകൊണ്ട് റോബിനൊക്കെ പിന്നെ പറയണ്ട, വെറും മറ്റേ നമ്മൾ പറഞ്ഞാൽ തന്നെ റോബിനൊക്കെ തോൽക്കേണ്ടതെന്നല്ലേ കുണ്ട്രയിൽ എഴുതിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നത്. ഇവരൊക്കെ വായി തോന്നി നുണ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പിടിച്ച് തലക്കടിക്കും. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പല ഇനി പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നിട്ട് എന്തായാലും. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ, അതാണ് ഞാൻ പറഞ്ഞത്, 1,50,000 വോട്ടുകളിലേക്ക് UDF എത്തിയതിന്റെ കാര്യം ഈ പറയുന്ന വോട്ടുകളൊക്കെ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു കാര്യം ഗൗതം മനസ്സിലാക്കാം, അതെങ്ങനെ കഴിഞ്ഞത്? ഇതാണ് ഗൗതം, നിരവധി ഡീലുകൾ. അതായത് ഒന്ന് ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ, അതുണ്ടായാൽ തന്നെ കേരളത്തിൽ ഒരു മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടും. ഒരു സംഭവം എന്താണ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നു മതം നോക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞു, മതവും പള്ളിയും നോക്കിയേ വോട്ട് ചെയ്യാവൂ എന്ന് പ്രചരിപ്പിച്ചു. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ തോന്നില്ല. വിശ്വസിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് തോന്നും, കാരണം അത് കൃത്യമായിട്ട് അറിയാം. ഇനി അടുത്തൊരു കാര്യം കൂടി പറയും, ഇതിന്റെ ഏറ്റവും പീക്ക് പോയിന്റ് എന്തായിരുന്നു അറിയും? അതാണ് അടുത്തത്. സാധാരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്ന് വോട്ട് ചെയ്യും. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ ഇപ്പൊ പൗരത്വ രജിസ്റ്റർ അടക്കം ഈ പറയുന്ന പൗരത്വം അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ SIR അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നമുണ്ടാകും. നിങ്ങൾ ഇത്തവണയെങ്കിലും വോട്ട്
ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ വോട്ട് ചെയ്യണമെന്ന് പ്രചരിപ്പിച്ചു. ഏതെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ? ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ SIR-ൽ നിന്ന് എന്ത് ചെയ്യും? പുറത്താവും. പിന്നെ പൗരത്വം എന്ത് ചെയ്യേണ്ടി വരും? ക്യാൻസലായി പോകുമെന്ന് വരെ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അതിഗംഭീരമായി ഒരു മൈക്രോ ലെവൽ മാക്രോ ലെവൽ പ്ലാനിങ് നടന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഒപ്പമാണ് യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ്, നെഹ്റുവിയൻ ലെഫ്റ്റ് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ വോട്ടുകളടക്കം എന്ത് ചെയ്തു? പിടിച്ചു വാങ്ങാനായിട്ട് എന്ത് ചെയ്തു? ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജി സുധാകരൻ ജയിച്ചത്. ജി സുധാകരൻ ജയിക്കുമ്പോൾ ഈ കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ വിശ്വസിക്കും, ശരിയാണ് ജി സുധാകരൻ ഈ മിനിഞ്ഞാന്നെയാണ് മാറിയെന്ന്. ജി സുധാകരൻ മിനിഞ്ഞാന്നല്ല മാറിയെന്നൊക്കെ ഈ കേരളത്തില് അരിയാഹാരം കഴിക്കുന്ന ആലപ്പുഴയിലുള്ള അടുത്തുള്ള ആളുകളോടും കുറച്ചറിവുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും? മനസ്സിലാവും. നേരത്തെ തന്നെ മുൻകൂട്ടി ചർച്ച നടത്തിയിരുന്നു, കേസ് വേണമല്ല കണ്ടിരുന്നു, ഇത്തരത്തിൽ ഡീലുകൾ ഉണ്ടാക്കിയിരുന്നു, വലിയ ഉറപ്പുണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് 1 മാസങ്ങൾക്ക് മുമ്പേ VD സതീശൻ പറഞ്ഞത് വലിയ വിസ്മയങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഐഷ പോറ്റി ഈ സമയത്തും കൂടി വന്നാണോ? തെരഞ്ഞെടുപ്പിന്റെ സമയത്താണോ? അല്ല. ഇത്തരത്തിൽ അസംതൃപ്തരായ ആളുകളെ പഠിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ഇടതുപക്ഷം ഇതാണെന്ന് പറഞ്ഞ നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. ഒരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാം, ഇനി ഉള്ള കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സോഷ്യൽ മീഡിയയിലെ ഒരു തേങ്ങയും ഈ പറയുന്ന പോലെ CPM ചെയ്തില്ല. CPM വിചാരിച്ചു ലാസ്റ്റത്തെ ഒരു 2 മാസത്തെ സോഷ്യൽ മീഡിയ ഉണ്ടായിട്ട് അഖിൽ മാരാർ ജയിച്ചോ? റോബിൻ ജയിച്ചോ? അഖിൽ മാരാരുടെ സോഷ്യൽ മീഡിയ അല്ല യഥാർത്ഥ സോഷ്യൽ മീഡിയ. അതൊക്കെ മണ്ടന്മാരുടെ സോഷ്യൽ മീഡിയ ആണ്. ആ മണ്ടന്മാരുടെ സോഷ്യൽ മീഡിയ കൊണ്ടൊന്നും ജയിക്കില്ല. മനസ്സിലായ? മറ്റേ ഷിജിന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവിടെ വന്നിരിക്കുകയും മറ്റേ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒലക്ക മറ്റേ സൈഡിൽ എന്താണ് അരി ഇടിച്ചോണ്ടിരുന്ന ഒലക്ക സൈഡിൽ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് പോയിട്ട് പ്രസവിച്ചിട്ട് പിന്നെയും വന്ന് 2 കിലോ അരി ഇടിച്ചു എന്നൊക്കെ പറയുന്നതൊന്നും കേട്ട് ആരും എന്ത് ചെയ്യില്ല, വോട്ട് ചെയ്യില്ല. വെറുതെ ആളുകൾ കാണും. ഈ മണ്ടത്തരമൊക്കെ പൊട്ടത്തരമൊക്കെ കേൾക്കാനായിട്ട് ആളുകൾ എന്ത് ചെയ്യും? കാണും. ഇപ്പൊ ധർമ്മജം ബോൾഗാട്ടിന് ആളുകൾ കാണും. പക്ഷെ എന്ന് പറഞ്ഞ് ധർമ്മജം ബോൾഗാട്ടി മത്സരിച്ചപ്പോൾ ആളുകൾ വോട്ട് ചെയ്തു? അതൊന്നും ചെയ്യൂല. ലൈക്ക് വോട്ടായിട്ട് തെരഞ്ഞെടുപ്പിന്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആളുകളെ ബുദ്ധിപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയ പ്രചരണം വേണം. അത് നുണയായിരിക്കും ചിലപ്പോ, പക്ഷെ ആളുകൾക്ക് തോന്നണം ബുദ്ധിയുള്ളവരാണ് ഇവരെന്ത് സ്വാധീനിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് 2024 പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എല്ലാ മീഡിയകളെയും തന്നെ വിലക്ക് മേടിച്ചു. പക്ഷെ ഒരൊറ്റ കാര്യം പറ്റിയില്ല. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ തവണ BJPക്ക് അപ്രമാദിത്വം ഉണ്ടായില്ല. അതെന്താ വെച്ചാൽ ധ്രുവ് റാത്തയും ആകാശ് ബാനർജിയും ഈ പറഞ്ഞ രവീഷ് കുമാറും ഒക്കെ കൂടി തീർത്ത ഒരു വലിയ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ പൊളിച്ചെടുക്കാനായിട്ട് BJP കഴിഞ്ഞില്ല. അതുകൊണ്ട് BJP വോട്ട് കുറഞ്ഞു. യഥാർത്ഥത്തിൽ 2016 ഡെക്കാൻ ക്രോണിക്കലിന്റെ ഒരു ലേഖനമുണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള. അന്ന് 95 സീറ്റുകളിൽ വിധി നിർണ്ണയിച്ച സോഷ്യൽ മീഡിയ ആണെന്നാണ്. ഇപ്പൊ 2026 വരുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ 140 മണ്ഡലങ്ങളിലും വിധി നിർണ്ണയിച്ചതിന് പ്രധാനപ്പെട്ട പങ്ക് സോഷ്യൽ മീഡിയ ആണ്. ആ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഗൗതം വിചാരിച്ചു കളയരുത്, റീച്ചുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രമല്ല അത്. പകരം നിങ്ങൾ അറിയേണ്ടത് 10,000 പേരോ 25,000 പേരോ കാണുന്ന വീഡിയോകളായാലും മതി. പക്ഷെ ആ കാണുന്ന ആളുകൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ നാളെ ഒരു 10,000 പേരോട് വേറെയും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഈ പറഞ്ഞ സ്പേസ് ഉണ്ട്. ആ സ്പേസ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ദവയറിനും ക്വിന്റിനും മിന്റിനും അതുപോലെ തന്നെ ഈ ധ്രുവ് റാത്തിക്കും ആകാശ് ബാനർജിക്കും രവീഷ് കുമാറിനും ഒക്കെയാണ്. അവിടെയാണ് BJPക്ക് കഴിഞ്ഞ തവണ അഖിലേന്ത്യാ തലത്തിൽ അടിപറ്റിയതെങ്കിൽ ഇത്തവണ ഈ കേരളത്തിൽ അടിപറ്റിയത് പിണറായിക്കാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ ഒന്നും ശ്രദ്ധിക്കാതെ, ലോങ് ടൈം വീഡിയോകളൊന്നും ഉണ്ടാക്കാതെ ഇത് മുഴുവൻ പ്രോ സംഘപരിവാറിന് ഇട്ടുകൊടുത്തു. ഇത് യഥാർത്ഥത്തിൽ ഈ പ്രോ സംഘപരിവാറിന് ഇട്ടുകൊടുത്തപ്പോൾ ആരാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചതെന്നറിയോ? ഉപയോഗിച്ചത് VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെയാണ്. താൽക്കാലികമായി ഞങ്ങൾക്കായിരിക്കും ഇതിന്റെ നേട്ടമെന്നറിയാവുന്നവർ പിണറായി വിജയനെതിരെയുള്ള വിരുദ്ധത അങ്ങോട്ട് കൃത്യമായിട്ട് ആഘോഷിക്കുകയും അത്തരം ചാനലുകൾക്ക് എന്ത് ചെയ്യുകയും ചെയ്തു, പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. മനസ്സിലായോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. മറുനാട് ഷാജൻ ഒരേ സമയം നിങ്ങൾ അറിയുന്നു 15 സീറ്റുകൾ BJPക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തൊരു ആഗ്രഹമാണ്! ആ ആഗ്രഹത്തിന് കോൺഗ്രസ്സുകാർക്ക് ആർക്കും ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അടങ്ങുന്ന നിരവധി സോഷ്യൽ മീഡിയ, ഞാനിപ്പോ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് അത്തരത്തിൽ പേര് പറയുന്നില്ല. അത്തരത്തിലുള്ള ഐക്കണുകളെ കഴിഞ്ഞ 15-20 കൊല്ലങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ കൃത്യമായി ഈ പറയുന്ന പ്രോ സംഘപരിവാർ വിജയിച്ചു. അത് യഥാർത്ഥത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ VD സതീശനും കോൺഗ്രസിനും ഒക്കെ സഹായകരമായി ഒരു സൈഡിൽ, അതേസമയം വളരെ വിചിത്രമായി തോന്നാം മറ്റൊരു സൈഡിൽ ന്യൂനപക്ഷ കൺസോളിഡേഷനുള്ള കളമൊരുക്കി എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീരമായിട്ടുള്ള കോമ്പിനേഷനാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള എൻ്റെ പോഡ്കാസ്റ്റ് ഞാൻ ഇപ്പൊ പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. അത് ഗംഭീരമായിട്ടുള്ള യഥാർത്ഥത്തിൽ ഞാൻ 4-5 ഒരാഴ്ച മുമ്പ് എടുത്തു വെച്ചാണ് ഈ പോഡ്കാസ്റ്റ്. ഇപ്പൊ വിടാൻ പറ്റിയില്ല, എഡിറ്റിംഗ് കഴിയാത്ത. പക്ഷെ ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. കൂട്ടത്തിൽ പിണറായി വിജയനെ എങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് തകർക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ,
ധിക്കാരം എന്ന് പറയുന്ന അഹങ്കാരത്തിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് അത് ഇണങ്ങും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതും കൂടി അങ്ങോട്ട് നീട്ടിപ്പിടിച്ചു. ആ നീട്ടിപ്പിടിക്കുന്ന സ്ട്രക്ചറുകളിലൂടെയാണ് ഓരോ സ്ഥലത്തും ഭരണം പിടിക്കുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, തെറ്റൊന്നുമില്ല. അമേരിക്കയിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും ഡെൻമാർക്കിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും അധികാരം പിടിക്കുന്ന ആളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് തന്നെയാണ്. ബ്രിട്ടനിലാണെങ്കിലും ഇതാണ് ചെയ്യുന്നത്, അമേരിക്കയിലാണെങ്കിലും ഇതാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ആളുകളുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വസ്തുതകൾ എന്തായാലും മതം നോക്കി വോട്ട് ചെയ്യാത്ത ആളുകളെ തന്നെയാണ് നമുക്ക് വേണ്ടത്. മതം നോക്കി തന്നെ ഈ മതം നോക്കിയല്ല ഭൂരിപക്ഷം പേര് വോട്ട് ചെയ്യുന്നത്. പക്ഷെ ഗൗതത്തിന് അറിയാത്തൊരു കാര്യം, ഇപ്പോഴും ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ 81 ലക്ഷം വോട്ടുകൾ LDFനും 1,50,000 വോട്ടുകൾ UDFനുമാണ് എന്ന് പറഞ്ഞാൽ ഗൗതം അറിയേണ്ടത് വൻ വിജയമുണ്ടാകാൻ കേരളത്തിൽ ഒരു 25 ലക്ഷം പേര് 19 ലക്ഷം പേര് ഇങ്ങനെ വോട്ട് ചെയ്താൽ മതി. ഞാൻ പറയും സാർ, 19 ലക്ഷം പേര് മതേതരത്വം യഥാർത്ഥത്തിൽ വിജയിച്ചു എന്ന് ഞാൻ പറയും. എപ്പോഴാണെന്നറിയാം, മലപ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് CPM ഒരു 19 സീറ്റിലെങ്കിലും ജയിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു 19-18 സീറ്റിലെങ്കിലും മലപ്പുറത്ത് നിന്ന് ജയിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മതേതരത്വം വിജയിക്കും. അപ്പൊ മതേതരത്വം ഒരിക്കലും വിജയിക്കില്ല. ഒന്നാമത് CPM ജയിക്കാൻ പോകുന്നില്ല, രണ്ടാമത്തത് കോൺഗ്രസിന് അവിടെ 19 സീറ്റിൽ മത്സരിക്കാൻ പോലും തീരുന്നില്ല. ഒന്നാമത്തെ അവിടെ അത്ര സീറ്റില്ല, 16 സീറ്റേ ഉള്ളൂ. ഈ 16 സീറ്റുകളിൽ താങ്കൾ അറിയേണ്ടത് 16 സീറ്റിൽ ഒരു 5 എണ്ണത്തിൽ കൂടുതൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു കാലം ഇനി ഒരിക്കലും തിരിച്ച് വരില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറും ഉട്ടോപ്യൻ സ്വപ്നത്തിലാണ് താങ്കൾ. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്. പക്ഷെ ഈ യാഥാർത്ഥ്യത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് CPM മാത്രമല്ല, കോൺഗ്രസും കൂടി ഇന്ന് മുതലേ വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ അപകടത്തിലേക്കാണ് കേരളത്തിന്റെ പോക്ക്. താൽക്കാലികമായി ഇത് കോൺഗ്രസിന് ഗുണം ചെയ്തു, പക്ഷെ ഇത് ഫ്യൂച്ചറിലേക്ക് ലോങ് ടൈമിലേക്ക് ആർക്ക് ഗുണം ചെയ്യും? ഇത് തീർച്ചയായിട്ടും ഇവിടെയുള്ള മതവർഗീയ ശക്തികൾക്ക് ഗുണം ചെയ്യും. ഗൗതം എന്ന് എഴുതി വെച്ചോളൂ, സംഘപരിവാരവും വളരും, ഒരേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും വളരും. അങ്ങനെ അവർക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവർക്ക് ഡാൻസ് കളിക്കാം, ലഡു മേടിച്ച് കഴിക്കാം. അപ്പൊ എന്തുകൊണ്ട് തോറ്റു എന്നതിന് ഇപ്പം നൽകിയിരിക്കുന്ന ഈ വിശദീകരണം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണെന്ന് അല്ല, അത് മുക്കാൽ ഭാഗത്തോളം യാഥാർത്ഥ്യമാണ്. അതിൽ കാണാത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രോ സംഘപരിവാർ അതായത് വീഡിയോകളും അതുപോലെ ചാനലുകളും സോഷ്യൽ മീഡിയയിലും സഖാക്കൾ പോലും ഈ മീഡിയകളുടെ ഇൻഫ്ലുവൻസിലേക്ക് പെട്ടിട്ടുണ്ട്. അതിനെ ചെറുക്കാൻ പാർട്ടിയും ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൂടി രാജേഷ് പറഞ്ഞിട്ടില്ല. പക്ഷെ രാജേഷ് അത് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാവും. സത്യമൊക്കെ അവരെന്ത് ചെയ്യും അപ്പൊ അതൊക്കെ മനസ്സിലാവും. ഞാനടക്കം നിരവധി നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനിത് 3 മാസം മുമ്പേ അവരോട് പലരോടും പറഞ്ഞുമാണ് ഇത് സംഭവിക്കാൻ പോണ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും. ഇനി ഒരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാതെ പൂർത്തിയാക്കാൻ പറ്റില്ല. എനിക്കൊരു ശുഭപ്രതീക്ഷയുമില്ല. ഇതൊക്കെ തിരിച്ചു വരൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള പണിയാണ്. BJP അടുത്തോളം ഒരു 19-20 സീറ്റിലേക്ക് എത്തുകയും 2036 ഭരണത്തിലേക്ക് വന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല.